നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 14. ത്രിഭുവനസീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുവീലെന്ന് ഉപനിഷദുക്തിരഹസ്യമോർത്തിടേണം. ആത്മജ്ഞാനം വേണമെന്ന് പലരും ആഗ്രഹിക്കുന്നു. യഥവാക്കായ മാനസനായ ഒരു യതി പ്രശാന്തനായി, സുപ്രസന്നനായി, ഗംഭീര ആശയനായി, നിർഭയനായിരിക്കുന്നത് കാണുമ്പോൾ പലർക്കും തോന്നിയേക്കാം, എത്ര എളുപ്പമാണൊരു സന്യാസിയാകുന്നത്. മുണ്ടിയോ ജഡിയോ ആയി കാഷായം ധരിച്ചു പേരുമാറ്റണം, അത്രയുമായാൽ എല്ലാമായി. ഇങ്ങനെ കരുതി സന്യാസത്തിലേക്കും മറ്റും എടുത്തു ചാടുന്നവൻ ഏറെ താമസിയാതെ തന്നെ ഒരു കെണിയിലകപ്പെട്ട വിഡ്ഢിവേഷക്കാരനാണ് താൻ എന്ന് സ്വയം മനസ്സിലാക്കുന്നു. ദേഹവാസനയും ലോകവാസനയും ശാസ്ത്രവാസനയും കൊടുമ്പിരിക്കൊണ്ടിരിക്കവേ ഞാനൊരു യതിയാണ്, ജ്ഞാനിയാണ് എന്നിങ്ങനെയെല്ലാം അഭിമാനിച്ചാൽ അയാൾക്കുള്ള ഗുണം കൂടി കെട്ടുപോകും. ഒരു യതിയിൽ ഡംഭും അഹങ്കാരവും ലവലേശം ഉണ്ടായിരിക്കാൻ പാടില്ല. ഒന്നിനെയും അയാൾ ഹിംസിക്കുകയില്ലെന്നു മാത്രമല്ല, സകല ജീവരാശികളെയും ആത്മതുല്യം സ്നേഹിക്കുകയും ചെയ്യും. ഒരു യതിക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്തതായി ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. അയാളുടെ ഋജുവായ ബുദ്ധി സമദൃഷ്ടിയോടു കൂടിയതായിരിക്കണം. ഭേദബുദ്ധിയില്ലാത്തതുകൊണ്ട് യതി നിർഭയനായിരിക്കും. അന്ധക്കരണത്തെ വിഷയത്തിലുള്ള കാമം മലിനമാക്കാതിരിക്കുന്നതുകൊണ്ട് യതി സത്വസംശുദ്ധിയുള്ളവനാണെന്ന് പറയാം. പരമമായ അറിവ് നൽകുന്ന യോഗത്തെ പ്രാപിച്ചിരിക്കുന്നവനാകയാൽ യതി ജ്ഞാനയോഗ വ്യവസ്ഥിതിയുള്ളവനാണെന്ന് പറയാം. ശമവും ദമവും എല്ലാം യതിക്ക് ഭൂഷണമാണ്. ആത്മജ്ഞാനം ആദ്യം വളർത്തിയെടുക്കാനും പിന്നീട് അത് ഒരിക്കലും മങ്ങിപ്പോകാതിരിക്കുന്നതിനുമായി സ്വാധ്യായത്തിൽ യതി മുഴുകിയിരിക്കും. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ലോകക്ഷേമത്തിനായി തപസ്സു ചെയ്യും. യതിയുടെ ബുദ്ധി ആർജവമുള്ളതായിരിക്കും. ആരുടെയും ദോഷം ഊതിപ്പെരിപ്പിച്ച് ഘോഷിച്ചുകൊണ്ട് നടക്കുകയില്ല. കാരുണ്യവും മൈത്രിയും ജീവിതത്തെ ധന്യമാക്കും. ഉപനിഷത്തുകളിൽ ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു, അതു നീയാകുന്നു, ഞാൻ ബ്രഹ്മമാകുന്നു എന്നിങ്ങനെ ഒരേ സത്യത്തെ തന്നെ ഉത്തമ പുരുഷന്റെ സ്ഥാനത്തു നിന്നുകൊണ്ടും മധ്യമ പുരുഷന്റെ സ്ഥാനത്തു നിന്നുകൊണ്ടും പ്രഥമ പുരുഷന്റെ സ്ഥാനത്തു നിന്നുകൊണ്ടും പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഒരു യതിക്കും ഈ ഭൂമികയിലും ഭ്രാമീസ്ഥിതി അനുഭവപ്പെടണം. അങ്ങനെയായാൽ മാത്രമേ അറിവ്, അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു എന്നുള്ള ഭേദബുദ്ധി മാറിക്കിട്ടുകയുള്ളൂ. അറിവിനെ ആത്മജ്ഞാനി അല്ലാത്തവൻ 3 പുടങ്ങളുള്ളതുപോലെ കാണുന്നു. യഥാർത്ഥ യതിക്ക് ആ ത്രിപുടി ഒഴിഞ്ഞ ജ്ഞാനം അനുഭവപ്പെടുന്നു. ബാഹ്യമായ പേരോ വേഷവിധാനമോ ആചാര്യമര്യാദകളോ ബഹുമതികളോ
ഒന്നും ഈ അപൂർവമായ അനുഭവം ഉണ്ടാക്കിത്തരുമെന്ന് ഒരിക്കലും ഭ്രമിച്ചു പോകരുത്. സാധാരണക്കാരൻ്റെ ലോകം വസ്തുനിഷ്ഠമെന്നും ആത്മനിഷ്ഠമെന്നും രണ്ടായി പിരിഞ്ഞു നിൽക്കുന്നു. വസ്തുനിഷ്ഠമായ ലോകത്ത് ഈ ഭൂമിയും ഭൂമിയിലുള്ള വസ്തുക്കളും അന്തരീക്ഷവും അതിൽ കാണപ്പെടുന്ന വസ്തുക്കളും ആകാശവും അതിൽ കാണപ്പെടുന്ന ദൃശ്യങ്ങളും അനുഭവപ്പെടുന്നുണ്ട്. അതെല്ലാം ഒരുപോലെ അറിവിലുണ്ടായിരിക്കുന്ന രൂപാന്തരങ്ങളാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അതുപോലെ ആത്മനിഷ്ഠമായ ലോകത്ത് ഞാൻ അറിയുന്നു എന്ന അനുഭവം ഇരിക്കുന്നു. ഞാൻ അറിയുന്നതിൻ്റെ സ്വഭാവം ഇന്നതാണെന്നറിയുന്നു. ഈ അറിവ് എന്നിൽ സുഖത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ ഉദാസീനതയുടെയോ പ്രതീതി ഉണ്ടാക്കുന്നു എന്നും അറിയുന്നു. ഇങ്ങനെ വെളിയിൽ 3 ഭുവനങ്ങളും ഉള്ളിൽ 3 പുടങ്ങളുമായിട്ടാണ് ജീവിതാനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉപനിഷത്തിൻ്റെ രഹസ്യമായ ബ്രഹ്മാനുഭൂതി ഉണ്ടാകണമെങ്കിൽ ഈ ഭേദങ്ങളെല്ലാം നിർമാർജനം ചെയ്യുന്ന സാക്ഷാത്കാരം ഉണ്ടാവുക തന്നെ വേണം. ഇത് ഒറ്റ ദിവസം കൊണ്ട് സംപ്രാപ്തമാക്കാവുന്നതല്ല. അതിനുവേണ്ടി ശുചിയായി ശമദമങ്ങൾ ശീലിച്ചും സഹനശക്തി വളർത്തിയും ആർജവ ബുദ്ധിയോടുകൂടി ജ്ഞാനവിജ്ഞാനങ്ങളെ ആത്മതത്വത്തിൽ ഏകീകരിക്കുക തന്നെ വേണം.